ഹായ് ഹലോ വെൽക്കം ടു എൻ സ്കൂൾ ലേണിംഗ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാറ്റ് 7ൻ്റെ സൊല്യൂഷൻസ് ആണ്. അപ്പോൾ കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ നമ്പർ 1 കയറുന്നു. ഇച്ചിരി പാടുള്ള പേപ്പർ ആയിരുന്നു എന്നൊരു അഭിപ്രായം പൊതുവിലുണ്ട്, പക്ഷെ എളുപ്പമാണ്, നമുക്ക് നോക്കാം. ശരി, ഒന്നാമത്തെ ചോദ്യം, സൗമ്യ ഈസ് ട്വൈസ് ആസ് ഓൾഡ് ആസ് രമ്യ. സൗമ്യക്ക് രമ്യയുടെ ഇരട്ടി പ്രായം ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, രമ്യയുടെ ഡബിൾ പ്രായം ഈസ് ഈക്വൽ ടു സൗമ്യ. 3 years ago 3 വർഷം മുമ്പ് സൗമ്യയ്ക്ക് 3 വയസ്സ് കുറവായിരിക്കും, അതുപോലെ രമ്യയ്ക്കും 3 വയസ്സ് കുറവായിരിക്കും. ഇത് സൗമ്യയുടെ ഇപ്പോഴത്തെ വയസ്സാണ്, എസ് എന്ന് ഞാൻ എടുത്തേക്കുന്നത്, 6 എന്ന് എടുത്തേക്കുന്ന രമ്യയുടെ ഇപ്പോഴത്തെ വയസ്സ്. ഓക്കെ, 3 വർഷം മുമ്പ് അവർക്ക് രണ്ടാക്കും എന്താണ് 3 വയസ്സ് വീതം കുറവായിരിക്കും. ഓക്കെ, സൗമ്യ വാസ് 3 times ആസ് ഓൾഡ് ആസ് രമ്യ. രമ്യയുടെ 3 ഇരട്ടി പ്രായം ഉണ്ടായിരുന്നു ആർക്ക്, സൗമ്യക്ക് എന്നാണ് പറയുന്നത്. ഇനി ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഹൗ ഓൾഡ് ഈസ് സൗമ്യ നൗ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴത്തെ സൗമ്യയുടെ പ്രായമായിട്ടുള്ള എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും, പ്രയാസമൊന്നുമില്ല, സോൾവ് ചെയ്യണമെന്നേ ഉള്ളൂ ഈ 2 ആൾജിബ്രിക് ഇക്വേഷൻസ്. ഇനി ആൾജിബ്ര ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഇത് കാണുമ്പോഴേ തല കറങ്ങാം. എന്താ ചെയ്യുക? സൗമ്യക്ക് രമ്യൻ്റെ ഇരട്ടി പ്രായം, ഇരട്ടി. ഓക്കെ, സൗമ്യ എന്ന് പറഞ്ഞാൽ ഡബിൾ രമ്യ ആണല്ലോ. അപ്പോൾ ഈ തന്നേക്കുന്ന എല്ലാം സൗമ്യയുടെ ഇപ്പോഴത്തെ വയസ്സാണ്. ശരി, സൗമ്യക്ക് ഇപ്പം 6 വയസ്സുണ്ട്. സൗമ്യക്ക് ഇപ്പം 6 വയസ്സുണ്ടെങ്കിൽ രമ്യക്ക് സൗമ്യയുടെ പകുതി വയസ്സിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, സൗമ്യക്ക് 6 വയസ്സുണ്ടെങ്കിൽ രമ്യക്ക് 3 വയസ്സ്. കാര്യം എന്താ, സൗമ്യ ഈസ് ട്വൈസ് ആസ് ഓൾഡ് ആസ് രമ്യ, രമ്യയുടെ ഡബിൾ പ്രായം. ശരി, ഇനി 3 വർഷം മുമ്പാണെങ്കിലോ ഈ പുള്ളിക്കാരിയുടെ 3 ഇരട്ടി വേണം. 3 വർഷം മുമ്പ് ഇങ്ങേത്തിക്ക് 3 വയസ്സ്, ആർക്ക്, സൗമ്യക്ക്. രമ്യക്കോ, രമ്യ ജനിച്ചിട്ടേ ഉണ്ടാവില്ല, 0 വയസ്സ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ തെറ്റാണെന്ന് മനസ്സിലായി. ഇനി ഞാൻ ഓപ്ഷൻ ബി ചെക്ക് ചെയ്യണു. സൗമ്യക്ക് 7 വയസ്സ്, രമ്യക്ക് 3.5 വയസ്സ്. കണ്ടപ്പോഴേ ഞാൻ തൽക്കാലം അവിടെ നിർത്തി, ഓപ്ഷൻ ബി നോക്കണില്ല, ഞാൻ നേരെ ഓപ്ഷൻ ഡിയിലേക്ക് ജമ്പ് ചെയ്യുന്നു. സൗമ്യക്ക് 12 വയസ്സ്, അപ്പോൾ രമ്യക്ക് 6 വയസ്സാവണം. കാര്യം രമ്യയുടെ ഇരട്ടി വയസ്സുണ്ട് ആർക്ക്, സൗമ്യക്ക്. സൗമ്യക്ക് രമ്യയുടെ ഇരട്ടി പ്രായമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ഓക്കെ, ഇനി 3 വർഷം മുമ്പത്തെ കഥ പറയുന്നുണ്ട്. സൗമ്യക്ക് 3 വയസ്സ് കുറവായിരിക്കും, രമ്യക്ക് 3 വയസ്സ് കുറവായിരിക്കും. 3 വർഷം മുമ്പ് എന്താ സംഭവിക്കുന്നത്? സൗമ്യയുടെ ഏജ് വാസ് 3 times രമ്യ. രമ്യയുടെ വയസ്സ് ഇതിൻ്റെ 3 times അല്ലേ 9, 3 × 3 അല്ലേ 9. നോക്കിക്കേ, 3 വർഷം മുമ്പ് സൗമ്യക്ക് രമ്യയുടെ 3 ഇരട്ടി പ്രായം ഉണ്ടായിരുന്നു. രമ്യയുടെ വയസ്സ് 3, അതിൻ്റെ 3 ഇരട്ടി ഇല്ലേ 9. 3 വർഷം മുമ്പത്തെ കഥയാണ് ഈ പറഞ്ഞേക്കുന്നത്. സോ ഇങ്ങനെ ഓപ്ഷനിൽ നിന്ന് നമുക്ക് പിക്ക് ചെയ്തെടുക്കാം. സൗമ്യയുടെ ഇപ്പോഴത്തെ പ്രായം 12, ഇത് ഇപ്പോഴത്തെ പ്രായമാണ്, അതിൻ്റെ പകുതി പ്രായമാണ് രമ്യയ്ക്ക് ഉള്ളത്. അപ്പോൾ ആ ഓപ്ഷൻസ് നിന്ന് നമുക്ക് പിക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് എസ് മതി, ആറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 3 × r/2 എന്ന് കിട്ടും. r/2 - 3, s - 3. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പം ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് വരുമ്പം കുറച്ച് സ്റ്റെപ്പുകൾ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. r - 6/2 എന്ന് വരും, r - 6/2. ഇനി ഈ 2നെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. 2s - 6 = 3-നകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 3r - 18. സോറി, r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ s/2 എന്നാണ് വരേണ്ടത്. r അല്ല, ഇവിടെ s ആണ് വരിക, s/2. ഓക്കെ, ഇനി 3s അപ്പുറത്തുണ്ട്, അപ്പോൾ ഞാൻ 2sനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പം അവിടെ s എന്നാവും. 3s - 2s എന്ന് പറഞ്ഞിട്ട് s എന്നാവും. ഇവിടെ 18നെ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 18 - 6 12 എന്ന് തന്നെ നമുക്ക് ഇവിടെയും കിട്ടും. ഓക്കെ, ഇത് മാത്സ് പോർഷനാണ്, ഇതിൻ്റെ ഒരു സോൾവിങ് ആണ്, വലിയ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഓപ്ഷൻ വെച്ചാലും നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. ഓക്കെ, ഇത് സോൾവ് ചെയ്യുന്നത് ആർക്കെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ, അത്രയേ ഉള്ളൂ കാര്യം, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഫൈൻ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇഫ് പ്ലസ് മീൻസ് ഡിവിഷൻ എങ്ങനെയാണെങ്കിൽ 38 × 16
പ്ലസ് 4/6 മൈനസ് 2. 38 × 16 പ്ലസ് 4/6 മൈനസ് 2. ഇതിൽ ഇൻറ്റു മീൻസ് പ്ലസ് 38 പ്ലസ് 16 പ്ലസ് മീൻസ് ഡിവിഷൻ. ഡിവിഷൻ മീൻസ് മൈനസ്. മൈനസ് മീൻസ് ഇൻറ്റു. ആദ്യം ഡിവിഷൻ ചെയ്യണം. 4 38 പ്ലസ് 4 മൈനസ്, ഇവിടെ ഞാൻ സ്റ്റെപ്പ് കട്ട് ചെയ്യുന്നു. 6 × 2 12 എന്ന് വരും. 12 കുറയ്ക്കാനുള്ളതാണ്. 38 4 42 ആണ്. 12 കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? ആൻസർ 30 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ഡി. ഓക്കെ, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. രാമു ഗോട്ട് twice as many sums right as he got wrong. If he attempted 60 sums in all, how many did he solve correctly? രാമു കൂട്ടാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, തുക കാണാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാണ്. ഓക്കെ, എത്രണ്ണം തെറ്റിച്ചോ ഇത് റോങ്, എക്സ് റോങ് ആക്കിയിട്ടുണ്ടെങ്കിൽ 2x റൈറ്റ് ആക്കിയിട്ടുണ്ട്. സോറി, ഈ റൈറ്റ് അല്ല വരുന്നത്, റോങ് റൈറ്റ്. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ആകെ 60 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസാ? ടോട്ടൽ 60 ക്വസ്റ്റ്യൻസ് ആണ്. എത്ര എണ്ണമാണ് അവൻ ശരിയായി ചെയ്തത്? എടാ, 2 എണ്ണം ശരിയാണെങ്കിൽ 1 തെറ്റ്. ഓക്കെ, ഇതല്ലേ കണ്ടീഷൻ? റോങ് ആയതിൻ്റെ ഇരട്ടി ശരിയാക്കി. 2 എണ്ണം ശരിയാണെങ്കിൽ 1 തെറ്റ്. 10 എണ്ണം ശരിയാണെങ്കിൽ 20 ശരി. ഇപ്പം എത്ര ചോദ്യങ്ങളായി? ടോട്ടല് 10 തെറ്റും 20 ശരിയും. എത്രയായിട്ടുണ്ട്? 30 ചോദ്യങ്ങളായി. എടാ, 10 തെറ്റല്ലേ പറഞ്ഞത്? ഞാൻ 20 തെറ്റെടുത്തെന്ന് വെച്ചോ. ഇങ്ങനെ ജസ്റ്റ് ചിന്തിച്ച് പോയാൽ മതി, കാൽക്കുലേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 20 എണ്ണം തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവൻ 40 എണ്ണം ശരിയാക്കിയിട്ടുണ്ട്. ടോട്ടൽ എത്ര ചോദ്യങ്ങളായി? 60 ചോദ്യങ്ങളായി. അല്ല, ഇതല്ലേ പറഞ്ഞിരിക്കുന്നത്? ആകെ 60 ചോദ്യങ്ങളാണ് അവൻ എഴുതിയതെന്നുണ്ടെങ്കിൽ എത്രണ്ണം ശരി, എത്രണ്ണം തെറ്റ്? നമ്മളിത് എങ്ങനെ ചിന്തിച്ചിങ്ങ് വന്നതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ 60 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ 40 എണ്ണം ശരി, 20 എണ്ണം തെറ്റ് എന്നുള്ളതാണ്. ചോദ്യം എന്താണ്? എത്ര എണ്ണം ശരിയായി ചെയ്തു? ശരിയായി ചെയ്തത് 40 എണ്ണം. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഇതേ തെറ്റായത് ഇത്ര, ശരിയായത് ഇത്ര. അപ്പോൾ 2x-ഉം x-ഉം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ എണ്ണം കിട്ടണം. അപ്പോൾ 3x എന്ന് പറയുന്നത് 60, x എന്ന് പറയുന്നത് 60/3 20. ഓക്കെ, ഇതെന്താണ്? തെറ്റായതാണ്. ഇതിൻ്റെ ഇരട്ടിയാണ് ശരിയായത് എന്ന് വെച്ചാൽ 2x എന്ന് പറഞ്ഞാൽ 2 × 20 40. ഇങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം. ഇത് ഓൾജിബ്ര ഇഷ്ടമല്ലാത്തവർക്കാണ് ഈ ഐഡിയ പറഞ്ഞു തന്നത്. ഓക്കെ, ശരി, അടുത്ത ചോദ്യം. In an examination, a candidate scores 4 marks for every correct answer and 1 mark for every wrong answer if he attempts all the 100 questions and secures 700 mark. ഓക്കെ, അവൻ ആകെ 100 ചോദ്യങ്ങൾ എഴുതി. 100 എണ്ണത്തിൽ അവന് 100 മാർക്ക് കിട്ടി. ഒരെണ്ണം ശരിയായ 4 മാർക്ക് കിട്ടും. ഒരെണ്ണം തെറ്റിക്കഴിഞ്ഞാൽ 1 മാർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അതാണ് കണ്ടീഷൻ. ഇവിടുത്തെ ഈ ചോദ്യം ഓപ്ഷനിൽ നിന്ന് എടുക്കാം കേട്ടോ, ഓപ്ഷനിൽ നിന്ന് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അത് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഇത്ര ലോജിക്ക് വരില്ല. നമുക്ക് ഈ ചോദ്യം ഒന്ന് നോക്കാം. എടാ, ആകെ അവന് ശരിയായി കഴിഞ്ഞാൽ 4 മാർക്ക് കിട്ടും. ഓക്കെ, അവന് എക്സ് ചോദ്യങ്ങൾ ശരി, കറക്റ്റ് ആക്കിയത് എക്സ് ചോദ്യങ്ങൾ. അപ്പോൾ റോങ് ആക്കിയത് എത്ര ചോദ്യമാണ്? ആകെ 100 ചോദ്യമാണുള്ളത്. 100 എന്ന് കറക്റ്റ് ആക്കിയതിൻ്റെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ റോങ് ആക്കിയത് കിട്ടും. ഇനി സ്കോറിൻ്റെ കാര്യം എടുത്താലോ, എത്രണ്ണം ശരിയായോ അതിൻ്റെ 4 ടൈംസ് മാർക്ക് അവന് കിട്ടിയിട്ടുണ്ടാവും. 4x. നഷ്ടപ്പെട്ടതോ? ഇത് ഗെറ്റ് ചെയ്ത മാർക്കാണ്, അല്ലെങ്കിൽ ലഭിച്ച മാർക്കാണ്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് എത്ര മാർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും? അവൻ എത്ര തെറ്റിച്ചോ അത്ര മാർക്ക് അവന് പോയിട്ടുണ്ടാവും. ഇപ്പോൾ 100 - x മാർക്ക് അവന് പോയിട്ടുണ്ടാവും. ശരിയായെന്ന് കിട്ടിയ മാർക്ക് മൈനസ് തെറ്റിച്ച മാർക്ക് = ആണ് 100 വന്നേക്കുന്നത്. ഈ ഇക്വേഷൻ സോൾവ് ചെയ്താലും നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇത് ശരിയായപ്പോൾ കിട്ടിയ ഒരു ചോദ്യം ശരിയായ 4 മാർക്ക്, അപ്പോൾ 4x. അതിൽ നിന്ന് തെറ്റിച്ചത് 100 എത്രണ്ണം കുറച്ചോ അത്രയും. ഒരെണ്ണം തെറ്റിച്ച 1 മാർക്കാണ്, 2 എണ്ണം തെറ്റിച്ച 2 മാർക്കാണ്, 3 എണ്ണം തെറ്റിച്ച 3 മാർക്ക്. അവൻ ഇത്രയും ക്വസ്റ്റ്യൻസ് തെറ്റിച്ചിട്ടുണ്ട്. അപ്പം അത്രയും മാർക്ക് നമ്മൾ കുറച്ച് കളയണം. അപ്പോൾ ശരി ഉത്തരത്തിൽ നിന്ന് കിട്ടിയ മാർക്കിൽ നിന്ന് തെറ്റുത്തരത്തിൻ്റെ മാർക്കുകൾ കുറച്ച് ഫൈനലി കിട്ടുന്നതാണ് ഈ 100 എന്ന് പറഞ്ഞേക്കുന്നത്. അതും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഓപ്ഷനുകളിലേക്കൊന്ന് വന്നേ നിങ്ങൾ.
അവൻ ശരിയായി ചെയ്ത അല്ലെങ്കിൽ ചെയ്ത ചോദ്യങ്ങളുടെ എണ്ണം, ശരിയാക്കിയ ചോദ്യങ്ങളുടെ എണ്ണം 25 അവൻ ശരിയാക്കി. 25 × 4 ഉണ്ടോ, 4 മാർക്സ് ഫോർ എവറി കറക്റ്റ്. 25 ശരിയാക്കി അവന് 100 മാർക്ക് കിട്ടി. 25 ശരിയാക്കി അവൻ ബാക്കി 75 തെറ്റിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ 100 75 പോവണം. ബാക്കി അവൻ എത്ര ഉണ്ടാവുള്ളൂ? 25 മാർക്കേ ഉണ്ടാവുള്ളൂ. വർക്കാവോ? വർക്കാവില്ല. ഇനി അവൻ 40 ശരിയാക്കി. 40 × 4 160 മാർക്ക് അവന് കിട്ടിയിട്ടുണ്ടാവും. 40 ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ 60 അവൻ തെറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 160 നിന്ന് 60 മാർക്ക് പോയിട്ട് അവന് ബാക്കി എത്ര മാർക്ക് ഉണ്ടാവും? 100 മാർക്ക് ഉണ്ടാവും. നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞ കണ്ടീഷൻ എല്ലാം ശരിയായി ഉണ്ടോ? അവന് മൊത്തം 100 എഴുതിയത്, 100 മാർക്കാണ് അവന് കിട്ടിയത്. എത്ര ശരിയായി? 40 ശരിയായിട്ടുണ്ട്. ഓപ്ഷൻ ബി ഈസ് യുവർ റൈറ്റ് ആൻസർ. ഇനി ഇത് സോൾവ് ചെയ്താലോ? 4x - 100 + x = 100. 100 അപ്പുറത്ത് പോകുമ്പോൾ 200 ആവും. ഇവിടെ 5x വരും. 5x = 200. x = 200/5 40 എന്ന് തന്നെ നിങ്ങൾക്ക് ഇവിടെയും കിട്ടും. അപ്പോൾ 2 രീതിയിലും നമുക്കിത് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ ഓക്കെ ആയിട്ട് വരുന്നത് അത് സോൾവ് ചെയ്യാം. ഓപ്ഷൻ ഇവിടെ നമുക്കുണ്ട്. ആ ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏതാണ് കറക്റ്റ് വരുന്നത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ശരി, 5ാമത്തെ ചോദ്യം. ഇൻ ആൻ എലക്ഷൻ ബിറ്റ്വീൻ 2 candidates, the candidate who secures 30%. എടാ, 2 പേര് ഇലക്ഷനിൽ പങ്കെടുത്തു, എയും ബിയും. ഈ 30% ആള് കിട്ടിയ ആൾ എന്ത് ചെയ്തു? തോറ്റത് 4360 വോട്ടിനാണ്. 30% വോട്ടാണ് അയാൾക്ക് കിട്ടിയത്. അപ്പോൾ ജയിച്ച ആൾക്ക് എത്ര ശതമാനം വോട്ട് കിട്ടിയിട്ടുണ്ടാവും? 70% വോട്ട് കിട്ടിയെന്ന് വെക്കുക. പോൾ ചെയ്ത വോട്ടിൻ്റെ 30% കിട്ടിയ ആൾ തോറ്റു, മറ്റാൾക്ക് 70% കിട്ടി. ഇനി ഇയാൾ ഇത്രയും വോട്ടിന് തോറ്റു എന്ന് പറയുമ്പോൾ ഇയാൾക്ക് കിട്ടിയ വോട്ടിൻ്റെ എണ്ണം മൈനസ് ഇയാൾക്ക് കിട്ടിയ വോട്ടിൻ്റെ എണ്ണം അല്ലേ ഇത്? ആണ്. ഈ വോട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം, വോട്ടുകളുടെ എണ്ണത്തിൻ്റെ വ്യത്യാസമാണ് 4360 എന്ന് തന്നേക്കുന്നത്. ഈ 4360 എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള പേഴ്സൻറ്റേജ് വ്യത്യാസത്തിനും തുല്യമായിരിക്കും അല്ലേ? ആയിരിക്കും. 70% 30% തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 40%. ഇവർ തമ്മിലുള്ള പേഴ്സൻറ്റേജിലുള്ള വ്യത്യാസം അത് 40% ആണ്. അത് തന്നെയാണ് വോട്ടിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ 4360 വോട്ട് എന്ന് പറയുന്നത് ശരിക്കും എത്ര ശതമാനമാണ്? 40% മക്കളെ. ഓക്കെ, സോ അത് 40%. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ ശതമാനം എത്രയാണ്? ഫൈൻഡ് ദ നമ്പർ ഓഫ് വോട്ട് സെക്യൂർഡ് ബൈ വിന്നിങ് കാൻഡിഡേറ്റ്. വിന്നിങ് കാൻഡിഡേറ്റിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? 70. ആ 70 വെച്ചങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന പെർസെൻറ്റേജ് 40. ഈ 4360 എന്ന് പറയുന്നത് 40% ഈക്വലൻ്റ് ആണ്, തുല്യമാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. സോ ആ 4360/40 തന്ന ഡാറ്റയാണ് 40. ഇനി കണ്ടുപിടിക്കേണ്ട ഡാറ്റ എന്ന് പറഞ്ഞാൽ ജയിച്ച ആളുടേതാണ്. ജയിച്ച ആൾക്ക് കിട്ടിയ വോട്ട് 70% വോട്ടാണ്. 70 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ 0 ക്യാൻസൽ ചെയ്തു. 1090. ഓക്കെ, ഇനി 7 വെച്ചിവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. 1090 × 7 0367 7630 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആയിരിക്കും നിങ്ങളുടെ റൈറ്റ് ആൻസർ വരിക. ഓക്കെ, സോ ഈ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് ഈ വ്യത്യാസമാണ്. ഇവർ തമ്മിലുള്ള വോട്ടുകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ്. അത് പെർസെൻറ്റേജിന് ഈക്വലൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ 4360 എന്ന് പറയുന്നത് 40% തുല്യമാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട 70%. തന്ന ഡാറ്റ 40, അത് ഡിനോമിനേറ്റർ ആയിട്ട് ഇടുക. കണ്ടുപിടിക്കേണ്ട പെർസെൻറ്റേജ് വെച്ചിട്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. രവീഷ് ആൻഡ് കമലേഷ് ലൈക്ക് ഹോക്കി ആൻഡ് വോളിബോൾ. നമുക്ക് ടേബിൾ വരയ്ക്കാം. രവീഷ് ഉണ്ട്, കമലേഷ് ഉണ്ട്, പിന്നെയോ സുരേഷ് ഉണ്ട്. ഓക്കെ, രവീഷ്, കമലേഷ്, ഇങ്ങനെ പോയിട്ട് സുരേഷ്, രവീഷ്, സുരേഷ്. രവീഷ് നമ്മൾ ഓൾറെഡി എടുത്തു. പിന്നെ ഗിരി വന്നിട്ടുണ്ട്. ദെൻ കമലേഷിന് നമ്മൾ എഴുതി, സുരേഷിന് നമ്മൾ എഴുതി, ഗിരി, മുകേഷ്.
ഓക്കെ, ഇനി കുറേ ഗെയിമുകളാണ് പറയുന്നത്. ഹോക്കി, വോളിബോൾ, അതുപോലെ അത് നമുക്ക് കൊടുത്തു പോവാം. ഓക്കെ, രവീഷ് ആൻഡ് കമലേഷ് ലൈക്ക് ഹോക്കി ആൻഡ് വോളിബോൾ. ഹോക്കി, വോളിബോൾ. രവീഷും കമലേഷും ഹോക്കിയും വോളിബോളും ഇഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, ദെൻ സുരേഷും രവീഷും എന്തൊക്കെയാണ്? ഹോക്കിയും ബാഡ്മിൻ്റനുമാണ്. ബാഡ്മിൻ്റൺ. ആരൊക്കെയാണ്? സുരേഷും രവീഷും. ഹോക്കിയും ബാഡ്മിൻ്റനും സുരേഷും രവീഷും. കറക്റ്റ്. ഇനി ഗിരിയും കമലേഷും എന്തൊക്കെയാണ്? ചെസ്സും വോളിബോളും. അതായത് ചെസ്സ് ഇവിടെ വന്നു. ആരൊക്കെ കുറിച്ചാണ് പറയുന്നത്? ഗിരീഷും കമലേഷും. ഗിരീഷ് ആൻഡ് കമലേഷ്. ഗിരി ആൻഡ് കമലേഷ് ലൈക്ക് ചെസ് ആൻഡ് വോളിബോൾ. ആദ്യം ഞാൻ ചെസ്സ് കൊടുക്കുന്നു, കമലേഷും ഗിരിയും. പിന്നെ വോളിബോൾ കൊടുക്കുന്നു. കമലേഷ് ഓൾറെഡി വോളിബോളിലുണ്ട്, ഇതും കൂടെ കൊടുക്കുന്നു. ഓക്കെ, വോളിബോൾ. കമലേഷ് വോളിബോൾ, ഗിരി വോളിബോൾ. കമലേഷ് വോളിബോൾ, ഗിരി ചെസ് ആൻഡ് വോളിബോൾ. ഗിരി ചെസ്സും വോളിബോളും. കമലേഷ് ചെസ് ആൻഡ് വോളിബോൾ. ശരി. നെക്സ്റ്റ്, സുരേഷ്, ഗിരീഷ് ആൻഡ് മുകേഷ് ലൈക്ക് ഫുട്ബോൾ ആൻഡ് ബാഡ്മിൻ്റൺ. ഫുട്ബോൾ കൂടെ വരുന്നുണ്ട് ഇവിടെ. ആരൊക്കെയാണ് മക്കളെ? ഗിരി, സുരേഷ്, പിന്നെ ഗിരി, പിന്നെ മുകേഷ്. ഫുട്ബോളും അതുപോലെ എന്താണ്? ബാഡ്മിൻ്റനും. സുരേഷ് ഓൾറെഡി ബാഡ്മിൻ്റൺ ഉണ്ട്, ഗിരിയും മുകേഷും കൂടെ ബാഡ്മിൻ്റനും കൊടുത്തു. അപ്പോൾ ഇതേ രീതിയിലാണ് നമുക്ക് നമ്മുടെ ടേബിൾ കിട്ടുന്നത്. ഇതൊക്കെ ഇൻറ്റു പറഞ്ഞിട്ട് പോകും. ഇഷ്ടപ്പെടാത്തതാണ്. ഓക്കെ, ഇനി ഒന്നാമത്തെ ചോദ്യമല്ല, ആകെ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. ആരൊക്കെയാണ് ബാഡ്മിൻ്റൺ, ചെസ്സ്, ഫുട്ബോള്, വോളിബോള്? ബാഡ്മിൻ്റൺ, ചെസ്സ്, ഫുട്ബോള്, വോളിബോള്. ഇത് നാലും ഇഷ്ടപ്പെടുന്ന ആരാണെന്നുള്ളതാണ് ചോദ്യം. ബാഡ്മിൻ്റൺ, ചെസ്സ്, വോളിബോള്, ഫുട്ബോൾ. നിങ്ങൾക്ക് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ. ഏതാണ്? ഗിരി. ഓപ്ഷൻ സി വിൽ ബി യുവർ റൈറ്റ് ആൻസർ. ഓക്കെടാ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 7. A means plus B means minus C means into D means blah 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 blah. അങ്ങനെയാണെങ്കിൽ ഓക്കെ, സോ 18 C മാറിയിട്ട് എന്ത് വരും മക്കളെ? C മാറിയിട്ട് ഇൻറ്റു വരും. ഇൻറ്റു 14. A മാറിയിട്ട് എന്ത് വരണം? പ്ലസ് വരണം. 6 ഉണ്ട്. B മാറിയിട്ട് എന്ത് വരണം? B മാറിയിട്ട് മൈനസ് വരണം. 16 ഉണ്ട്. D മാറിയിട്ട് ഡിവിഷൻ വരണം. 4. എടാ, ആദ്യം ചെയ്യേണ്ട ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഹരണമാണ്. ഹരണം ഞാൻ ഇവിടെ ചെയ്തു. 4 കിട്ടും. -4 ഇപ്പുറത്ത് 6 ഉണ്ട്, പ്ലസ് ഉണ്ട്. അടുത്ത സ്റ്റെപ്പ് ഞാൻ ചെയ്യുമ്പോൾ ഗുണനം ചെയ്യണം. ഓക്കെ, ഞാൻ ഇവിടെ ഒരു സ്റ്റെപ്പ് കട്ട് ചെയ്യാണ്. സോ ഗുണനം 18 × 14. 18 × 14. ഓക്കെ, 2 5 2 252 എന്ന് കിട്ടുന്നു. 252. 252 മാറും 258. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ 4 കുറക്കണം. 258 4 കുറച്ചാൽ 254. ഓക്കെ, ശരി മക്കളെ, ആൻസർ ഓപ്ഷൻ ബി ആണ്. 8ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. വീണ്ടും 18 14. നോ ഇത് സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. അടുത്ത ചോദ്യം. 2 numbers have a sum 80. If one number is 10 more than the other, the larger is. എടാ, ഒരു നമ്പർ ഉണ്ട്, വേറൊരു നമ്പർ ഉണ്ട്. എന്താ പ്രത്യേകത? ആദ്യത്തെ നമ്പറിനേക്കാൾ 10 കൂടുതലാണ് രണ്ടാമത്തെ നമ്പർ. മാത്രമല്ല എന്താണ്? ആ രണ്ട് നമ്പേഴ്സുടെയും തുക എത്രയാണ്? 80 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എനിക്ക് 80 കിട്ടണം. ഇനി ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് കിട്ടും. അപ്പോൾ x + 10 കണ്ടുപിടിച്ചാൽ വലിയ സംഖ്യ കിട്ടും. പക്ഷേ വലുത് ഏതാണ്? ലാർജർ നമ്പർ ഏതാണ് എന്നാണ് ചോദ്യം. ലാർജർ നമ്പർ ഈസ് എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഇത് ലാർജറാണ്, ഇത് ലാർജറാണ്, ഇത് ലാർജറാണ്, ഇതും ലാർജറാണ്. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ടല്ലോ. ഇതെല്ലാം ലാർജർ നമ്പർ ആയിരിക്കാമല്ലോ. ഓക്കെ, ഞാൻ വിചാരിക്കുന്നു ഓപ്ഷൻ 42 ഇത് ലാർജർ നമ്പറാണ്. ഓക്കെ, അപ്പോൾ മറ്റേ നമ്പർ എന്താണ്? ലാർജർ നമ്പറിനേക്കാളും 10 കുറവല്ലേ? സ്മോളർ നമ്പർ 32. കൂട്ടിയാൽ എനിക്ക് 80 കിട്ടുന്നുണ്ടോ? ഇല്ല, 74 കിട്ടുന്നത്. അപ്പോൾ ഇതായിരിക്കും എൻ്റെ ആൻസർ? ആയിരിക്കില്ല. ഞാൻ ഓപ്ഷൻ ബിയിലേക്ക് പോകുന്നു. എടാ, ലാർജർ നമ്പർ 42 വന്നിട്ട് കിട്ടിയില്ല. അപ്പോൾ 40 വന്നാൽ കിട്ടുമോ? 40ഉം
10 കുറഞ്ഞ നമ്പർ 30, 40 30 70 എത്തുള്ളൂ, 80 എത്തൂല. 35 എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു. 42-നേക്കാളും 40-നേക്കാളും കുറവാണ് 35, ഉറപ്പായിട്ട് എത്തൂല. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോ. 35 10 കുറച്ചാൽ 25, രണ്ടൂടെ കൂട്ടിയാൽ 60. അപ്പൊ അതും നടക്കൂല. അപ്പൊ ഞാൻ 45-ലേക്ക് എത്തുന്നു. 45 10 കുറഞ്ഞാൽ 35, ഒരു നമ്പർ അതിനേക്കാൾ കൂടുതലാണ്, 10 കൂടുതലാണ് രണ്ടാമത്തെ നമ്പർ. രണ്ടും കൂടെ കൂട്ടുന്ന സമയത്ത് എനിക്ക് കറക്റ്റ് 80 കിട്ടുന്നുണ്ട്. സോ എൻ്റെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും. ഇങ്ങനെയാണ് ആൾജിബ്ര ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്ഷൻ എന്ന് പറക്കിയെടുക്കൽ. ഓക്കെ, ശരി. എക്സും എക്സും കൂട്ടിയാൽ 2x പ്ലസ് 10 80. എടാ 2x എന്ന് പറയുന്നത് 70, എക്സ് എന്ന് പറയുന്നത് 35. ഇത് എക്സ് എന്ന് പറയുന്നത് 35 എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യയാണ്, വലിയ സംഖ്യ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 10 ആണ്. So x plus 10 will be is equal to again 45. Okay, same answer. അടുത്ത ചോദ്യം, Benny arranged someone to pluck coconuts by noon, 1/3 part finish. By evening 3/4 part of the rest was finished. How much is left? എത്ര ബാക്കിയുണ്ടെന്നാണ് ചോദ്യം. എത്ര ഭാഗം ബാക്കിയുണ്ട്? എടാ രാവിലെ മുതൽ ഉച്ച വരെ കൊണ്ട് എത്ര തീർന്നു? 1/3 തീർന്നു. ബാക്കിയുള്ളത് എത്രയാ? 2/3 അല്ലേ? ഈ 2/3ന്റെ 3/4 വൈകുന്നേരം ആയപ്പോഴേക്കും തീർന്നു. ബാക്കി എത്ര ഉണ്ടാവും? 3/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/4 ഭാഗം തീർന്നു. ബാക്കി എത്ര ഭാഗം ഉണ്ടാവും? 1/4 ഭാഗം ഉണ്ടാവും. ഈ 2/3ന്റെ 2/3 ഇതിന്റെ 1/4 ആയിരിക്കും റിമൈനിങ് ആയിരിക്കുക. ഓക്കെ, 1/4 ഓഫ് 2/3. ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ, അത് തന്നെയാണിത്. ശരി, രാവിലെ ഉച്ചയായപ്പോഴേക്കും 1/3 തീർന്നു, ബാക്കി ഉണ്ടാവുക 2/3. അതിന്റെ 1/4 ഭാഗം വൈകുന്നേരം ആയപ്പോഴേക്കും തീർന്നു, ബാക്കി ഉണ്ടാവുക 1/4. ഗുണിച്ചാൽ ആൻസർ കിട്ടും. കട്ട് ചെയ്യുന്നു 2. 1/3 × 2 1/6. ഓക്കെ, ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം 11. ഓക്കെ, ലോജിക്കൽ അറേഞ്ച്മെന്റ്. അറേഞ്ച് ദ ഗിവൺ വേർഡ്സ് ഇൻ എ മീനിങ്ഫുൾ ഓർഡർ. അർത്ഥവത്തായ ക്രമത്തിൽ ക്രമീകരിക്കുക. എടാ അക്ഷരങ്ങൾ കൂടി ചേർന്ന് വാക്കുകൾ ഉണ്ടാവുന്നു. ഓക്കെ, 2 3 2 3 2 3 ദേ 2 3 രണ്ട് ഓപ്ഷൻസ്. 2 3 പിന്നെ ഫ്രേസ്, വാക്യം ഉണ്ടാവും, അവസാനം വാചകം ഉണ്ടാവും. ഓപ്ഷൻ സി വിൽ ബി യുവർ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി തെറ്റായി പോകും. ശരി, അടുത്തത് വെജിറ്റബിൾ മാർക്കറ്റ്, കട്ടിങ്, കുക്കിംഗ്, ഫുഡ്. എടാ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ്. മാർക്കറ്റിൽ പോയി വെജിറ്റബിൾ മേടിച്ചുകൊണ്ട് വന്നു, കട്ട് ചെയ്ത് കുക്ക് ചെയ്താൽ അവസാനം ഫുഡ് കിട്ടും. 3 4 5 വരുന്ന ഓപ്ഷൻ. 3 4 5 3 4 5 രണ്ട് ഓപ്ഷൻ ഉണ്ട്, അവസാനം 3 4 5 വരുന്നത്. ആദ്യം 2 മാർക്കറ്റ് വെജിറ്റബിൾ 2 1 3 4 5. ആൻസർ ഓപ്ഷൻ ബി. ശരി, 13ാമത്തെ ചോദ്യം, ത്രികോണങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുക. കോമ്പിനേഷൻ ഫിഗർ ആണ്. ദേ ഇവിടെ നമുക്കറിയാം 1 2 3 4 4 × 2 8. ഓക്കെ, ഇവിടെ മുകളിൽ വെച്ചിരിക്കുന്ന കിരീടത്തിലോ 1 2 1 + 2 3. ഇനി ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് പുതിയത് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ 3യും ഈ 8 കൂടെ ആഡ് ചെയ്ത് 11 എന്ന് പറയുന്ന ആൻസർ ഉണ്ടോ ഓപ്ഷനിൽ നോക്കുക, കറുപ്പിക്കുക. ഓക്കെ, ശരി മക്കളെ, അടുത്ത ചോദ്യം. 3 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്, 4ാമത്തത് മിസ്സിംഗ് ആണ്, നിങ്ങൾ കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവനെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തപ്പോഴാണ് 2ാമത്തെ ഫിഗർ കിട്ടുന്നത്. ശരി, ഇനി ഇവനെ വീണ്ടും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് 3ാമത്തെ ഫിഗർ കിട്ടിയത്. ഇനി ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോയി, കയ്യിൽ നിന്ന് പോയി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതേ ഇങ്ങനെ വരും, ഇങ്ങോട്ട് വരണം. ഏതാ ആൻസർ? ഓപ്ഷൻ ബി. ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. അടുത്ത ചോദ്യത്തിൽ ഈ ഒരു സർക്കിള് താഴേക്ക് മാറി ഇങ്ങോട്ട് മാറി, കണ്ടോ? ഇവിടെ എത്തി. ഇനി അടുത്ത ഫിഗറിൽ അത് മുകളിലേക്ക് മാറണം. മുകളിലേക്ക് മാറുന്നത് 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇനി ഇൻറ്റുവിൻ്റെ പൊസിഷൻ നോക്കും. ഇത് ഇവിടെ ആയിരുന്നു, ഇത് ഇപ്പുറത്തേക്ക് മാറും. ഓക്കെ, ഇൻറ്റു ഈ കോർണറിലേക്ക് മാറിയതേ. അടുത്ത ഫിഗറിൽ എത്തുമ്പോൾ ഈ കോർണറിലേക്ക് മാറിയതേ. അടുത്ത ഫിഗറിൽ എവിടെ വരണം? ഈ കോർണറിൽ വരും. ഓപ്ഷൻ എ വിൽ ബി യുവർ ആൻസർ. അടുത്ത ചോദ്യം നിങ്ങൾ നോക്കുക.
ഈ ഒരു ഡയഗ്രത്തെ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തേക്കുന്നതാണ്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ട് ചാടി, ഇത് ഇങ്ങോട്ട് ചാടി, ഇപ്പുറത്തുണ്ടായിരുന്നത് ഇങ്ങോട്ട് ചാടി, ഇപ്പുറത്തുണ്ടായിരുന്നത് ഇങ്ങോട്ട് ചാടി. ഇനി ഇതിന് വീണ്ടും ആന്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഡയഗ്രം കിട്ടുക. ഇതിന് വീണ്ടും ആന്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് കഴിയുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ആൻസർ ഏത് വരും മക്കളെ പറഞ്ഞേ? ഇത് ഇങ്ങോട്ട് മാറണം, ഇത് ഇങ്ങോട്ട് കയറണം, ഇത് ഇങ്ങോട്ട് കയറണം, ഇത് ഇങ്ങോട്ട് കയറണം. ദേ ഓപ്ഷൻ എ എന്ന് പറയുന്ന ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ മിസ്സിംഗ് ക്യാരക്ടർ ആണ്. നമ്മൾ നോക്കി കഴിയുമ്പം ഇതെല്ലാം ചെറിയ നമ്പേഴ്സ് ആണ്, ഇത് വലിയ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഈ ചെറിയ നമ്പേഴ്സിനെ കൂട്ടിയിട്ടോ കുറച്ചിട്ടോ ഗുണിച്ചിട്ടോ ഹരിച്ചിട്ടൊക്കെ എന്തായിരിക്കും വലിയ നമ്പർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. എടാ 4 ഉണ്ട്, 4ന്റെ സ്ക്വയർ 16, 4 2 2ന്റെ സ്ക്വയർ 4, 1 1ന്റെ സ്ക്വയർ 1, എല്ലാം കൂടെ കൂട്ടിയാൽ 21. ഈ നമ്പേഴ്സ് എല്ലാം സ്ക്വയേഴ്സ് എടുത്തിട്ട് ആഡ് ചെയ്തേക്കുന്നതാണ്. 8 സ്ക്വയർ 64, 5 സ്ക്വയർ 25. 64 25 കൂട്ടിയാൽ 89, 89 9 98. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 6ന്റെ സ്ക്വയർ ആയിട്ടുള്ള 36, 7ന്റെ സ്ക്വയർ ആയിട്ടുള്ള 49, 1ന്റെ സ്ക്വയർ ആയിട്ടുള്ള 1 കൂടെ ആഡ് ചെയ്യുക. 49 1 50, 50 36 86, ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 7 + 2, 7 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 36. ഓക്കെ, 7ഉം 2ഉം 9, 9 × 4, 7 + 2 9, ആ 9 × 4 36. ഓക്കെ, 8 മാറും 14, 14ന് 3 കൊണ്ട് ഗുണിക്കുമ്പം 14 × 3 എത്രയാ? 42. അപ്പം അതുപോലെ 9ഉം 4ഉം 13, 13 × സംതിങ് ഈസ് ഈക്വൽ ടു 26. ആ സംതിങ് എന്തായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ ബി. ഫൈൻ. അടുത്ത ചോദ്യം. 19 21 റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുക, മിസ്സായിട്ടുള്ളത് കണ്ടുപിടിക്കുക. ദേ ഈ സർക്കിളിനെ എടുത്തിട്ട് നമ്മൾ 8 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിച്ചു. അതുപോലെ ഈ സമചതുരത്തിന് സ്ക്വയറിനെ നിങ്ങൾ 8 തുല്യ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്യുക. ആൻസർ ഓപ്ഷൻ എ. ദേ ഈ ട്രയാങ്കിൾ വലുതായി പുറത്തേക്ക് വന്നു, സമചതുരം ചെറുതായി അകത്തേക്ക് പോയി ഷെയ്ഡ് ചെയ്തു. ഈ ത്രികോണം വലുതായി പുറത്തേക്ക് വരണം, ഈ സമചതുരം ചെറുതായി അകത്തേക്ക് പോകണം, അതിന് ഷെയ്ഡ് ചെയ്യും. ഓപ്ഷൻ ഡി. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അനലോജി, നോൺ വെർബൽ അനലോജി. വീണ്ടും ഈ സർക്കിളിന്, ഇങ്ങനെ ഇരിക്കുന്ന സർക്കിളിനെ ദേ ഇങ്ങനെ ചരിച്ചു വെച്ചു, എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം കംപ്ലീറ്റ് ചെയ്തു, ഷെയ്ഡ് ചെയ്തു. ഇതിനെ അപ്പോൾ അതുപോലെ ചരിച്ചു വയ്ക്കുക, മുകൾ ഭാഗം കംപ്ലീറ്റ് ചെയ്യുക, ഷെയ്ഡ് ചെയ്യുക. ഓപ്ഷൻ സി. പ്രശ്നങ്ങളൊന്നും ഇല്ല. അടുത്ത ചോദ്യം. കണ്ടോളൻസ്, അനുശോചനം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നഷ്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ കൺഗ്രാജുലേഷൻ, അഭിനന്ദനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കും? നേട്ടങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? NMMS അച്ചീവ് ചെയ്യുക. NMMS നേടിക്കഴിയുമ്പോൾ നിങ്ങളെ ഒരുപാട് അഭിനന്ദനങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. നന്നായിട്ട് പഠിക്കുക, NMMS മേടിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 23ാമത്തെ ക്വസ്റ്റ്യൻ. അഫ്ഗാനിസ്ഥാൻ ഈസ് റിലേറ്റഡ് ടു കാബൂൾ ദ സെയിം വേ ആസ് ഓസ്ട്രിയ ഈസ് റിലേറ്റഡ് ടു. പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ അയൽ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ആ കൂടെ നിങ്ങൾ അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനം കാബൂൾ ആണെന്നും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട രാജ്യമാണ് ഓസ്ട്രിയ. പല ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിൻ്റെയും ഹെഡ് ക്വാർട്ടർ വരുന്നത് ഓസ്ട്രിയയുടെ തലസ്ഥാനമായിട്ടുള്ള വിയന്നയിലാണ്. സോ ഓസ്ട്രിയയുടെ തലസ്ഥാനം വിയന്നയാണ്. ആൻസർ ഓപ്ഷൻ സി. Okay, a villager went to meet his uncle in another village situated 5 kilometers away in the northeast direction of his village. Okay, അയാൾ അങ്കിളിനെ കാണാൻ പൊക്കോട്ടെ. So this is east, കിഴക്ക്. This is north, വടക്ക്. And opposite south അഥവാ തെക്ക്. അതിൻ്റെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് വെസ്റ്റ്, പടിഞ്ഞാറ്. ഇനി ആള് പോയേക്കുന്നത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ്. എത്ര പോയിട്ടുണ്ട്? 5 കിലോമീറ്റർ. ഓക്കെ, ആരെ കാണാനാ പോയത്? അങ്കിളിനെ കാണാനാ പോയത്. പിന്നെ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു? ഫ്രം ദർ, അവിടുന്ന് അമ്മാവന്റെ ഗ്രാമത്തിന് തെക്ക് ഭാഗത്ത് 4 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന അമ്മായിയപ്പനെ കാണാൻ പോകുന്നു. വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. 4 കിലോമീറ്റർ തെക്ക്.
ഓക്കെ, നിങ്ങൾ നോക്കുക, ഇത് മട്ടത്രികോണമായി മാറിയിട്ടുണ്ടാവും. ഇവിടെയാണ് അയാൾ ഇപ്പോൾ ഉള്ളത്. അയാൾ ഏത് ഡയറക്ഷനിൽ എന്ന് ചോദിച്ചാൽ ഈ ഡയറക്ഷനിലാണ് അയാൾ ഇപ്പോൾ ഉള്ളത്. അയാൾ തുടങ്ങിയത് ഇവിടെ നിന്നാണ്, യാത്ര തുടങ്ങിയത് ഇവിടെ നിന്നാണ്. 3 കിലോമീറ്റർ ആണ് ഇത് വരിക. കാര്യം ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. കർണമുണ്ട്, ഹൈപ്പോട്ടിന്യൂസ് ഉണ്ട്, ലംബമുണ്ട്, ഹൈറ്റ് ഉണ്ട് 4 കിലോമീറ്റർ. സോ ബേസ് ആണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് അയാൾ 3 കിലോമീറ്റർ അകലെ തെക്ക് ഭാഗത്താണുള്ളത്. ആൻസർ ഓപ്ഷൻ ബി, 3 കിലോമീറ്റർ ഇൻ ദ ഈസ്റ്റ്. കിഴക്ക് 3 കിലോമീറ്റർ അകലെയാണുള്ളത്. 25ാമത്തെ ചോദ്യം മുതൽ 27ാമത്തെ ചോദ്യം മുതൽ ക്ലാസിഫിക്കേഷൻ ആണ്. അറേഞ്ച്മെന്റ് നമ്മൾ കണ്ടുപിടിക്കണം. സോ അൽക്ക എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. അൽക്ക ഈസ് ഓൾഡർ ദാൻ മാല. ഓക്കെ, ഗോപാൽ ഈസ് ഓൾഡർ ദാൻ മാല. ഗോപാൽ ഈസ് ഓൾഡർ ദാൻ മാല ബട്ട് യങ്ങർ ദാൻ അൽക്ക. അപ്പൊ ഗോപാലിനെ നമ്മൾ എവിടെ വെക്കണം? ഇതിവിടെ വെക്കണം. എന്നിട്ട് മാലേനെ പിടിച്ച് അപ്പുറത്തിടണം. ഓക്കെ, ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്? കപിൽ ഈസ് യങ്ങർ ദാൻ റാം ആൻഡ് മാല. അപ്പൊ കപില് റാമിനേക്കാളും മാലേനേക്കാളും യങ്ങറാണ് ആര്? കപിൽ. ഓക്കെ, റാം മാലയായിട്ടുള്ള കണക്ഷൻ എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് തൽക്കാലം അവിടെ വെച്ചത്. ഇനി ഞാൻ എന്ത് വായിക്കുന്നു? മാല ഈസ് ഓൾഡർ ദാൻ റാം. മാലയ്ക്ക് റാമിനേക്കാളും പ്രായം കൂടുതലുണ്ട്. ഓക്കെ, സോ റാം, ഇവിടെ കപിൽ. മൊത്തം അറേഞ്ച്മെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആരാണ് മാലയ്ക്കും കപിലിനും ഇടയിൽ വരുന്നത്? ഉറപ്പായിട്ടും റാം. ഹൂസ് ഏജ് ഈസ് എക്സാക്ട്ലി ഇൻ ദ മിഡിൽ ഓഫ് ഓൾ ദ 5. 5 പേരുടെയും മധ്യത്തിൽ വരുന്നത് ആര്? മീൻസ് ആരുടെ പ്രായമാണ് സെൻട്രൽ വരുന്നത്, ഏറ്റവും നടുക്കായിട്ട് വരിക എന്നുള്ളത്? ആരുടെയാണ് നോക്കിയാൽ നമുക്കറിയാം. ഇറ്റ്സ് മാല. മാല, നോട്ട് മാള. മാലയാണ്, മാളയല്ല. ഹൂ ഈസ് ദ യങ്ങസ്റ്റ്? ഏറ്റവും പ്രായം കുറഞ്ഞത് ആർക്കാണ്? ഏറ്റവും ഇളയതാരാണ്? ഉത്തരം കപിൽ. ഓക്കെ, സോ ആ 3 ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്യുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. വീണ്ടും 26 പ്ലസ് എന്തായിട്ട് മാറും കുട്ടികളെ? പ്ലസ് എന്തായിട്ട് മാറുന്നു? ഇൻറ്റു. 74 മൈനസ് എന്തായിട്ട് മാറുന്നു? ഡിവിഷൻ. ഇൻറ്റു എന്തായിട്ട് മാറണം? ഇൻറ്റു 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 മൈനസ് ആയിട്ട് മാറണം. ഇൻറ്റു മൈനസ് ആയിട്ട് മാറുന്നു. 5. ഡിവിഷൻ. ഡിവിഷൻ ഡിവിഷൻ എവിടെ? ഡിവിഷൻ 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 എന്നത് പ്ലസ് ആയിട്ട് മാറുന്നു. 2 2 to 2. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ ആണ്. ഇവിടെ 74 പൂർണ്ണമായിട്ട് 4 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ തൽക്കാലം എന്ത് ചെയ്യുക? 74/4 എന്ന് എഴുതുക. 26 ഇൻറ്റു ഇപ്പുറത്തുണ്ട്, മൈനസ് 5 അപ്പുറത്തുണ്ട്, പ്ലസ് 2 അപ്പുറത്തുണ്ട്. കുട്ടികളെ ഇങ്ങോട്ട് നോക്കൂ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 വെച്ച് ഇവിടെ കട്ട് ചെയ്യാം. 2 വെച്ച് കട്ട് ചെയ്താൽ 37ന്റെ ഇരട്ടിയാണ് 74. ബാക്കി ഇവിടെ 2 കാണും. ഈ 2 വെച്ച് വീണ്ടും കട്ട് ചെയ്യുന്നു. ഈ 26നെ കട്ട് ചെയ്യുന്നു, 13 എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഡിനോമിനേറ്റർ കംപ്ലീറ്റ് കട്ട് ചെയ്ത് പോയി. 13 × 37 ഓർ 37 × 13 481 എന്ന് കിട്ടുമോ? 7 3 21 2 3 9 10 11 1 7 3 7 1 8. ഓക്കെ, 481 എന്ന് എനിക്ക് കിട്ടുന്നു. -5 +2. മൈനസും പ്ലസും മാത്രമുള്ള സ്റ്റെപ്പിലേക്ക് ഞാൻ എത്തി. ഉടനെ ഞാൻ -5 സബ്ട്രാക്ട് ചെയ്യാനുള്ളതാണെന്ന് ഓർക്കുന്നു. 481 2 483 എന്ന് കിട്ടുന്നു. അതിൽ നിന്ന് ഇനി 5 സബ്ട്രാക്ട് ചെയ്താൽ എനിക്ക് 478 എന്ന് പറയുന്ന ഒരു ആൻസറിലേക്ക് ഞാൻ എത്തുന്നു. ഓപ്ഷൻ എ ലബില സി. ഓക്കെ, 478 ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. ഓതർ, ലോയർ, സിംഗർ. രചയിതാവ്, അഭിഭാഷകൻ, ഗായകൻ. 3 പേരും 3 പണികൾ എടുക്കുന്നു. ഓപ്ഷൻ എ, നോ മോർ എക്സ്പ്ലനേഷൻ നീഡഡ്. ഒരുപാട് ക്വസ്റ്റ്യൻ സിമിലർ നമ്മൾ കണ്ടതാണ്. സോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ് വടക്ക്, തെക്ക്, ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻ്റെ ലൈവ് ക്ലാസ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ലൈവ് ക്ലാസ്സിൻ്റെ ലിങ്ക് റെഫർ ചെയ്താൽ അതിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇത് ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ എക്സാമിന് റിപ്പീറ്റ് ചെയ്തതാണ്. ഓക്കെ, ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻ ബേസ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ആണോ എന്ന് വെച്ചാൽ ആണ്. ഓക്കെ, പുതിയ പേര് വിളിക്കുന്നതാണ്.
സൗത്ത് ഈസ്റ്റിനെ നമ്മൾ എന്ത് വിളിച്ചു? സൗത്ത് ഈസ്റ്റിനെ ഞാൻ എന്ത് വിളിക്കുന്നു? എന്ത് വിളിച്ചു? ഈസ്റ്റ് എന്ന് വിളിച്ചു. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഴക്ക്. നെക്സ്റ്റ് നോർത്ത് വെസ്റ്റിനെ എന്ത് വിളിക്കുന്നു? വെസ്റ്റ് അഥവാ പടിഞ്ഞാറ്. സൗത്ത് വെസ്റ്റിനെ തെക്ക് പടിഞ്ഞാറിന് എന്ത് വിളിക്കുന്നു? തെക്ക് അഥവാ സൗത്ത്. അങ്ങനെയാണെങ്കിൽ വടക്കൻ എന്ത് വിളിക്കും? നമ്മുടെ പഴയ വടക്കൻ എന്ത് വിളിക്കുന്നുള്ളതാണ്. എടാ പുതിയ ഭാഷയിൽ ഞാൻ ഈ വടക്ക് കിഴക്കിന് ഞാൻ എന്ത് വിളിച്ചിട്ടുണ്ടാവും? കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, ഉറപ്പായിട്ടും വടക്ക് എന്ന് ഞാൻ ഇതിനെ വിളിച്ചിട്ടുണ്ടാവും, നോർത്ത്. നമ്മളോട് ചോദിച്ചേക്കുന്ന വടക്ക് പോകുന്നത് നോർത്തിനും വെസ്റ്റിനും ഇടയിലൂടെയാണോ? വടക്കിനും പടിഞ്ഞാറിനും ഇടയിലൂടെ പോകുന്നതിനെ നമ്മൾ വടക്ക് പടിഞ്ഞാറ് എന്നല്ലാതെ മറ്റെന്ത് വിളിക്കും? സോ നമ്മുടെ ആൻസർ എന്താണ്? നോർത്ത് വെസ്റ്റ് അഥവാ ഓപ്ഷൻ സി, വടക്ക് പടിഞ്ഞാറ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ ജോയിന്റ് ഫാമിലി, ശരി, ജോയിന്റ് ഫാമിലിയിൽ ഇത് അച്ഛൻ, അമ്മ, ഓക്കെ, കൂട്ടുകുടുംബത്തിൽ അച്ഛനും അമ്മയും, വിവാഹിതരായ 3 ആൺമക്കളും അവിവാഹിതയായ ഒരു മകളുമുണ്ട്. ഓക്കെ, ഇത് മകൻ നമ്പർ 1, അവനെ നമ്മൾ കല്യാണം കഴിപ്പിക്കുന്നു. മകൻ നമ്പർ 2, അവനെ നമ്മൾ കല്യാണം കഴിപ്പിക്കുന്നു. മകൻ നമ്പർ 3, അവനെ നമ്മൾ കല്യാണം കഴിപ്പിക്കുന്നു. ഇത് നമ്മുടെ കൊച്ചമ്മണി. ആരാത്? കല്യാണം കഴിക്കാത്ത മകൾ. ഓക്കെ, of the sons 2 have 2 daughters each and 1 has a son. എന്ന് വെച്ചാൽ 2 പേർക്ക് 2 ആൺമക്കൾ വീതവും ഒരാൾക്ക് ഒരു മകനുമുണ്ട്. 2 പെൺമക്കൾ വീതവും, ഡോട്ടേഴ്സ് അല്ലേ, ആൻഡ് ഒരാൾക്ക് ഒരു സൺ. ഈ ആൾക്ക് വേണ്ടേ ഒരു സണ്ണാണുള്ളത്. ഇവിടെ 2 പെങ്കൊച്ചുങ്ങൾ, ഇവിടെയും 2 പെങ്കൊച്ചുങ്ങൾ. ഈ പെങ്കൊച്ചിന് കുഞ്ഞുങ്ങളുണ്ടാവോ? ഇല്ല, അവർ കല്യാണം കഴിഞ്ഞിട്ടില്ല. കുടുംബത്തിൽ എത്ര സ്ത്രീ അംഗങ്ങളുണ്ട്? ദേ 1 2 3 4 5 6 7 8 9. ആൻസർ ഓപ്ഷൻ ഡി. വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ഞാനിത് വരച്ചത് മറ്റൊന്നും കൊണ്ടല്ല, ചിലർക്ക് പറഞ്ഞ് ഫലിപ്പിക്കുന്നതിനേക്കാളും ഈ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ ക്ലിയർ ആവും. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 8ഉം 6ഉം, അതുപോലെ 6ഉം 2ഉം. അകത്താണെങ്കിലോ 36. എടാ 7 8 5 2 മുഖത്ത് 46, 7 10 6 4 അകത്ത് ആര്? ഇതാണ് ക്വസ്റ്റ്യൻ. 8 6 48, 8ഉം 6ഉം കൂടെ ഗുണിക്കുമ്പോൾ 48, 6ഉം 2ഉം കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ 12. സംഖ്യകൾ തമ്മിൽ പെയറപ്പ് ചെയ്ത് ഗുണിച്ച് 8ഉം 6ഉം 48, 6ഉം 2ഉം 12, കുറച്ച് കഴിഞ്ഞാൽ 36. 7ഉം 8ഉം 56, 5ഉം 2ഉം ഗുണിച്ചാൽ 10, കുറച്ച് കഴിഞ്ഞാൽ 46. ഓക്കെ, അതുപോലെ 70 മൈനസ് 4 6 24 എത്ര വരും? 46. ഓക്കെ, ഓപ്ഷൻ ബി എന്ന് പറയുന്ന ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അടുത്ത ചോദ്യം 33. അറേഞ്ച് ദ ഫോളോവിങ് ഇൻ എ മീനിങ് ഫുൾ സീക്വൻസ്. ഓക്കെ, അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കണം. മെമ്പേഴ്സ് ചേർന്ന് ഫാമിലി. 3-1. 3-1 തുടങ്ങുന്ന ആൻസേഴ്സ് എല്ലാം 3-1 തുടങ്ങുന്നു. ഓക്കെ, പിന്നെയോ കമ്മ്യൂണിറ്റി, ലൊക്കാലിറ്റി, കൺട്രി അല്ലേ? കമ്മ്യൂണിറ്റി, ലൊക്കാലിറ്റി, കൺട്രി ഓപ്ഷൻ എയിലേക്ക് വരും. ഫൈൻ. സമൂഹം, പ്രദേശം, രാജ്യം. ഓക്കെ, അടുത്ത ചോദ്യം. ഓ നോ, വീണ്ടും ബോർഡ് മാസ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബോർഡ് മാസിന്റെ അയ്യരുകളിയാണല്ലോ അല്ലേ? 14. N എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? N സ്റ്റാൻഡ്സ് ഫോർ ഇൻറ്റു 10. L സ്റ്റാൻഡ്സ് ഫോർ പ്ലസ് 42. P സ്റ്റാൻഡ്സ് ഫോർ ഡിവിഷൻ 2. M സ്റ്റാൻഡ്സ് ഫോർ minus 8.
14, 10, 42, 2, 8. ആദ്യം ഡിവിഷൻ ചെയ്യണം. 42/2 21 മൈനസ് 8. അടുത്ത സ്റ്റെപ്പിൽ മൾട്ടിപ്ലിക്കേഷൻ ഞാൻ ഇപ്പോഴേ അങ്ങ് ചെയ്യുന്നു. 140. ഓക്കെ, 140ഉം 21 കൂടെയാണ് കൂട്ടാനുള്ളത്. ഇത് കുറയ്ക്കാനുള്ളതാണ് 8. 161. 161 8 കുറച്ചാൽ 153. Am I right? Answer option A. Okay. 35ാമത്തെ ചോദ്യം. Which of the following diagrams indicates the best relation between females, mothers, doctors? നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്, ലോകത്തിലെ എല്ലാ അമ്മമാരും ഫീമെയിൽസ് ആണ്. അതിൽ ഡോക്ടർമാർ, ഇത് പുരുഷ ഡോക്ടർമാർ, ഡോക്ടർ. ഇതെല്ലാം സ്ത്രീ ഡോക്ടർമാർ. അതിൽ ഇവിടെ വരുന്നത് വിവാഹിതരായ അമ്മമാരായിട്ടുള്ള സ്ത്രീ ഡോക്ടർമാർ. ഓക്കെ, സി എന്ന് പറയുന്ന ഡയഗ്രാം ഓപ്ഷൻ 3 ആയിരിക്കും നിങ്ങളുടെ ആൻസർ. ഇൻ ദ ഫോളോവിങ് ഡയഗ്രാം സ്ക്വയർ റെപ്രസെൻസ് വിമന്, ട്രയാങ്കിൾ റെപ്രസെൻസ് കോർപ്പറേറ്റ് മാനേജർ, സർക്കിൾ റെപ്രസെൻസ് MBA-കാരാണ് മക്കളെ. MBA-കാർ വലിയ ആളുകളാണ്, MBA പഠിച്ച ആളുകളാണ്, മാനേജ്മെന്റ് സ്റ്റുഡൻസ് ആണ്. ഓക്കെ, വിച്ച് നമ്പേർഡ് പാർട്ട് റെപ്രസെന്റ് വിമൻ MBA കോർപ്പറേറ്റ് മാനേജർ? ഓക്കെ, വനിത MBA കോർപ്പറേറ്റ് മാനേജർ. വനിതയാവണം, MBA-കാരിയാവണം, കോർപ്പറേറ്റ് മാനേജർ ആവണം. 3 എണ്ണത്തിലും വരുന്നതാണ്. എടാ, ആദ്യത്തെ ഓപ്ഷൻ ഞാൻ 13 എടുക്കുന്നു. 13. ഇവർ വിമൻ ആണോ കോർപ്പറേറ്റ് മാനേജർ ആണോ? നമ്മുടെ ഉത്തരാവോ? ഇല്ല. അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ആൻസർ ഏതാ വരുന്നത്? 3 ആയിരിക്കും വരിക. ഇനി 5 പോയാലോ? ഇവര് കോർപ്പറേറ്റ് മാനേജർ MBA-കാരിയൊക്കെയാണ്, പക്ഷെ എന്തല്ല, വിമൻ അല്ല. പിന്നുള്ളത് ഏതാ? 5 കഴിഞ്ഞു, 8 ജസ്റ്റ് വിമൻ ആണ്. MBA-യും ഇല്ല, കോർപ്പറേറ്റ് മാനേജറും അല്ല. ഇനി നമ്മുടെ ആൻസർ 3 വന്നു കഴിഞ്ഞാൽ 3 എണ്ണത്തിലും വരുന്ന ആള് നമ്മുടെ ആൻസർ ഓപ്ഷൻ A. ഓക്കെ, ആൻസർ 3 ഓപ്ഷൻ A. അയ്യോ, അടുത്ത ക്വസ്റ്റ്യൻ. Johnson left for his office in his car. He drove 50 km towards north and then 10 km towards west. 15 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ച ശേഷം 10 കിലോമീറ്റർ പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്നു മക്കളെ. 18 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ച ശേഷം 10 കിലോമീറ്റർ പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്നു. പിന്നീട് തെക്കോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. 5 കിലോമീറ്റർ. ഫർദർ ഹി ടേൺഡ് ടു ഈസ്റ്റ് മൂവ്സ് 8 കിലോമീറ്റർ. 8 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 10ന്റെ അത്രയും വരില്ല, കുറച്ച് കുറയൂലേ? 8 കിലോമീറ്റർ. ഇതിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് 2 കിലോമീറ്റർ ഉണ്ടാവില്ലേ? ഉണ്ടാവും. പിന്നെയും പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു? ഫൈനലി ഹി ടേൺഡ് റൈറ്റ്. ഈസ്റ്റിലോട്ട് പോയിരുന്ന ആള് അവസാനം വലത്തോട്ട് തിരിയുന്നു, എന്ന് വെച്ചാൽ തെക്കോട്ട് വരുന്നു എന്നാണ് അർത്ഥം. ആൻഡ് ഡ്രോ 10 കിലോമീറ്റേഴ്സ്. 10 കിലോമീറ്റേഴ്സ്. 15 കിലോമീറ്റർ. 15 കിലോമീറ്റർ ആയിരുന്നു നോർത്തിലേക്ക് അല്ലേ? അപ്പോൾ 15 ആണത്. 18 അല്ല, 15 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവൻ 15 നേരെ ഇപ്പറേ വന്ന് നിന്നിട്ടുണ്ടാവും. ഓക്കെ, ജോൺസൺ യാത്ര ആരംഭിച്ച പോയിന്റിൽ നിന്ന് എത്ര ദൂരം ഏത് ദിശയിലാണ് ഇപ്പോൾ ഉള്ളത്? യാത്ര ആരംഭിച്ച പോയിന്റ് ഇതാണ്. യാത്ര ആരംഭിച്ച പോയിന്റ് ഇതാണ്. അവിടുന്ന് ഈ ദിശയിലാണുള്ളത്. ഏത് ദിശയിൽ? പടിഞ്ഞാറ് ദിശയിൽ. എത്ര ദൂരെ? 2 കിലോമീറ്റർ. 2 കിലോമീറ്റർ വെസ്റ്റ് എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ ഓപ്ഷൻ A. 38ാമത്തെ ചോദ്യം. 2 ladies and 2 men are playing cards and are seated at north east south west of a table. ആയിക്കോട്ടെ, ഒരു ടേബിൾ. No ladies facing east. 2 ലേഡീസും 2 മെന്നും ഉണ്ട്. No ladies facing east. അപ്പം ഇവിടെ എന്തായാലും വെസ്റ്റിലിരിക്കുന്നത് ഒരു മെന്നായിരിക്കും അല്ലേ? അങ്ങോട്ട് തിരിഞ്ഞല്ലേ ഇരിക്കുക. ഇവരെല്ലാവരും ഫേസ് ചെയ്യുന്ന സെൻറ്ററിലോട്ടായിരിക്കുമല്ലോ ടേബിളിൻ്റെ. സോ നോ ലേഡീസ് ഫേസിങ് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നത് ഒരു മാൻ ആയിരിക്കും. പേഴ്സൺ സിറ്റിംഗ് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആർ നോട്ട് ഓഫ് ദ സെയിം സെക്സ്. എന്ന് വെച്ചാൽ ഈ മാൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ അടുത്ത മാൻ ആയിരിക്കില്ല, അത് എന്തായിരിക്കും? ലേഡി ആയിരിക്കും. ഓക്കെ, ഒരേ ലിംഗത്തിൽപ്പെട്ടവരല്ല. ഒരു പുരുഷൻ തെക്കിന് അഭിമുഖമായി നിൽക്കുന്നു. ഒരു പുരുഷൻ തെക്ക് ദിശക്ക് അഭിമുഖമായി നിൽക്കുന്നു. അപ്പോൾ വടക്ക് ഭാഗത്തായിരിക്കും ആൾ ഉണ്ടാവുക. അപ്പോൾ ഇത് M1, ഇത് M2, ഇത് L1, ഇത് L2 എന്നെടുക്കാം. സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ദിശകൾ ഏതാണ്?
ഒരു ലേഡി ദേ പടിഞ്ഞാറോട്ടും അടുത്ത ലേഡി വടക്കോട്ടും. നോർത്ത് ആൻഡ് വെസ്റ്റ്, വടക്കും പടിഞ്ഞാറും ദിശകളാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വേഗം ആ ക്വസ്റ്റ്യൻ എങ്ങനെ പോകുന്നു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഈസ്റ്റ് വരില്ല, നോ ലേഡി ഈസ് ഫേസിങ് ഈസ്റ്റ്. ഈ ഒരൊറ്റ ഡയലോഗ് ഒന്ന് ആ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഇതും വരത്തില്ല, ഇതും വരത്തില്ല. അങ്ങനെ നോക്കിയാൽ തന്നെ ആൻസറിലേക്ക് എത്താനും പറ്റും. ഓക്കെ, നോ ലേഡി ഈസ് ഫേസിങ് ഈസ്റ്റ്. ഉണ്ടോ അവിടെ ഒരു സ്ത്രീയും കിഴക്കോട്ട് അഭിമുഖമായി നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ കിഴക്ക് ഓപ്ഷനിൽ വന്നാൽ പിന്നെ എടുക്കണോ? ബാക്കിയുള്ളത് ഏതാണ്? ഓപ്ഷൻ സി 39. ഡൽഹി ക്യാൻ ബി കോഡഡ് ആസ് CCIDD. ഹൗ വുഡ് യു കോഡ് ബോംബെ? നമുക്ക് നോക്കാം. ഡൽഹി CCIDD. ഹൗ വിൽ യു കോഡ് ബോംബെ? 4 3 5 3 12 9 8 4 9 4. ഇവിടെ 4 കുറഞ്ഞ് എത്ര കുറഞ്ഞ് മക്കളെ? -1. ഓക്കെ, ഇവിടെ -2, ഇവിടെ -3, ഇവിടെ -4, ഇവിടെ -5. കണ്ടോ? ലെറ്റേഴ്സ് കുറഞ്ഞ് കുറഞ്ഞ് പോയേക്കുന്നതാണ്. അപ്പം ബോംബെയിൽ B എന്തായിട്ട് മാറും? A ആയിട്ട് മാറും. 2 3 4 5 6. Y കുറഞ്ഞാൽ Y ഇവിടെ 1 കുറയുന്നു. 2 3 4 5 6 കുറയണം. 25 6 കുറഞ്ഞു കഴിയുമ്പോൾ -6 വന്നു കഴിയുമ്പോൾ 19 ആവും. ദാറ്റ് ഈസ് എസ്. എയിൽ സ്റ്റാർട്ട് ചെയ്ത് എസ്സിൽ അവസാനിക്കുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഉത്തരവാണ്, ഓപ്ഷൻ എ. എന്നാലും ഞാൻ നോക്കുന്നു. ഇത് 15 15 2 കുറഞ്ഞാൽ 13, വിച്ച് ഈസ് M. 13 3 കുറയണം, 10 J. ഓക്കെ, ഇവിടെ 4 കുറയണം. 2 കുറഞ്ഞാൽ 1 കുറഞ്ഞാൽ A, 2 കുറഞ്ഞാൽ Z, 3 കുറഞ്ഞാൽ Y, 4 കുറഞ്ഞാൽ X. A 1 ആണ്. എത്ര കുറയേണ്ടത് ഇവിടെ? 5 കുറയണം. 1 കുറഞ്ഞാൽ Z, പിന്നെ Z കഴിഞ്ഞ് Y, X, W, V 22. ഓക്കെ, സോ ഓപ്ഷൻ എ എന്ന് പറയുന്ന ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ 40. റീസൺ ഈസ് കോഡഡ് ആസ് 5. ബിലീവ്ഡ് ഈസ് കോഡഡ് ആസ് 7. Then what is the code for government? ഓക്കെ, റീസൺ നമുക്കൊന്ന് എഴുതി നോക്കാം. Reason is coded as 5. Reason 3 3 6. Believed BELIEVED. Believed 2 4 6 8 7. ഓക്കെ, ഗവൺമെന്റ് അല്ലേ? 2 4 6 8 10. ഓക്കെ, എടാ റീസണിൽ 6 അക്ഷരങ്ങളുണ്ട്. അതിൽ നിന്ന് കുറച്ച് 5 കോഡ് ചെയ്തു. ബിലീവ്ഡ് നിങ്ങൾ നോക്കിയേ, 2 4 6 8 അക്ഷരങ്ങളുണ്ട്. 1 കുറച്ച് 7 കോഡ് ചെയ്തു. ഗവൺമെന്റ് നിങ്ങൾ നോക്കൂ, 2 4 6 8 10 അക്ഷരങ്ങളുണ്ട്. 10 - 1 9 എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ആൻസർ. ഓക്കെ, പേപ്പർ മടക്കുന്നു, പഞ്ച് ചെയ്യുന്നു, പേപ്പർ നിവർത്തുന്നു, ഹോൾസ് എണ്ണുന്നു. ഓക്കെ, ദേ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ താഴേക്ക് ഓപ്പൺ ചെയ്യുക, മിറർ ഇമേജ് കിട്ടും. റൈറ്റിലേക്ക് ഓപ്പൺ ചെയ്യുക, വാട്ടർ ഇമേജ് എടുക്കുക. ഏത് വരും? ഉറപ്പായിട്ടും ഓപ്ഷൻ ബി. 42ാമത്തെ ചോദ്യം വീണ്ടും ഡോട്ട് ഇട്ട ഭാഗത്ത് മടക്കി കഴിഞ്ഞാൽ ഇത് നേരെ മുകളിലേക്ക് മടക്കി കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ്ലി ഇങ്ങനെ വരും. ആൻസർ ഓപ്ഷൻ ഡി. സംശയമുള്ളവർ നല്ലൊരു പക്കയായിട്ടുള്ളൊരു എസ് വരയ്ക്കുക, അതുപോലെ കറക്റ്റായിട്ട്. എസിൻ്റെ മുകൾ ഭാഗം താഴ്ഭാഗം സെയിം ആയിരിക്കണം. എന്നിട്ട് മടക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു സർക്കിൾ പോലെ തന്നെ കിട്ടും. കുഴപ്പങ്ങളൊന്നുമില്ല. 43ാമത്തെ ചോദ്യത്തിൽ ദേ ഇവിടെയാണ് മടക്കുന്നത്. എങ്ങോട്ട് മടക്കുന്നു?
ഇങ്ങോട്ടാണ് മടക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടാണ് മടക്കുന്നത്. കണ്ടോ, ഈ സൈഡ് മാത്രമാണ് വന്നേക്കുന്നത്. സോ ഇത് സർക്കിൾ വരും. ഈ ട്രയാങ്കിൾ നേരെ റൈറ്റിലേക്ക് മടക്കി കഴിഞ്ഞാൽ മിറർ ഇമേജ് ആവും. ഈ ആരോ മാർക്ക് നേരെ അങ്ങോട്ട് പോകും. ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്, അത് രണ്ടെണ്ണം ശരിയാവാം. അത് രണ്ടെണ്ണം ശരിയാവുമ്പം ട്രയാങ്കിൾ തല കീഴായിട്ട് തന്നെ നിൽക്കണം. ഈ ട്രയാങ്കിൾ തല നിവർന്നിട്ടുണ്ട്. സോ ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ്, ഇവിടെ ഇത് ഇങ്ങോട്ടാണ് മടക്കുന്നത്. ഇത് ഇങ്ങോട്ട് മടക്കി കഴിയുമ്പോൾ നേരെ ഈ സർക്കിള് ബബിള് നേരെ നടുക്ക് വരും. ഉറപ്പായിട്ടും ഓപ്ഷൻ പി. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോൾഡിങ് അല്ലേ. അടുത്തത് ചിത്രത്തിൽ ബ്ലോക്കുകളുടെ എണ്ണം. ഇത് 2 ലെയർ ആയിട്ടുള്ളത്. ഈ മുകളിൽ കാണുന്നത് ഒരു ലെയർ, താഴെയുള്ള ഒരു ലെയർ. ഞാൻ ചോദിക്കട്ടെ, താഴെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ബ്ലോക്കിൻ്റെ കൂട്ടത്തിൽ പുറകിൽ ഇവിടെ ഒരു ബ്ലോക്ക് കാണില്ലേ? ഓക്കെ, അതുപോലെ ഇതിൻ്റെ അപ്പുറത്തുണ്ടാവും, ഇതിൻ്റെ അപ്പുറത്തുണ്ടാവും, ഇതിൻ്റെ അപ്പുറത്തുണ്ടാവും, ഇതിൻ്റെ അപ്പുറത്തുണ്ടാവും. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒക്കെ താഴെ ഓരോന്നുകൂടെ ഉണ്ടാവും. അപ്പോൾ ഈ താഴെയുള്ള ബ്ലോക്കുകൾ മാത്രം ഇവിടെ 2, ഇവിടെ 2, 4, 6, 8, 10. താഴത്തെ ലെയറിൽ മാത്രം 10 ബ്ലോക്കുകൾ ഉണ്ടാവും. പിന്നെ 1, 2, 3, 4 പ്ലസ് 4 ടോട്ടൽ എത്ര ബ്ലോക്കുകൾ ഉണ്ടാവും? 14 ബ്ലോക്കുകൾ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ആൻസർ വരിക. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈ ഒരു ബ്ലോക്ക്, സിംഗിൾ ബ്ലോക്ക് കാണുന്നു. ഇതും കൂടെ മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഒരു ബ്ലോക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ താഴത്തെ ഈ ലെയറിൽ 4 ബ്ലോക്ക് ഉണ്ടാവും. 4 1 5. ആ താഴത്തെ ലെയറിൽ 4ഉം പിന്നെ ഈ മുകളിൽ കാണുന്ന ഈ ഒരെണ്ണം, നിങ്ങൾ ഈ കാണുന്ന ഈ ഒരെണ്ണം. ഓക്കെ, സോ 5 എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ആൻസർ വരിക. സെയിം ആണ് ഇവിടെ. ഈ താഴത്തെ ലെയറിലൊക്കെ, ഈ താഴത്തെ ലെയറിൽ ഈ ബ്ലോക്കിൻ്റെ പിന്നിൽ ഇതിന് താഴെയായിട്ടൊരു ബ്ലോക്ക് ഉണ്ടാവും. അതിൻ്റെയും ഇപ്പുറത്ത് ഈ ബ്ലോക്കുകൾക്ക് താഴെയായിട്ട് വേറൊരു ബ്ലോക്ക് ഉണ്ടാവും. ഓക്കെ, ഏകദേശം ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ഓക്കെ, ഈ 3 ബ്ലോക്കുകളാണ് നമ്മൾ ഈ കാണുന്ന 3 ബ്ലോക്കുകൾ. ഇതിൻ്റെ പുറകിൽ ഇതിന് താഴെയായിട്ടും ഇതിന് താഴെയായിട്ടും ഓരോ ബ്ലോക്കുകളൂടെ ഉണ്ടാവും. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെയും പുറകിൽ ഇതിന് താഴെയായിട്ടൊരു ബ്ലോക്ക് കൂടെ ഉണ്ടാവും. അപ്പം ഇവിടെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇപ്പുറത്ത് ഈ ഒരു ബ്ലോക്കിന് താഴെയായിട്ട് രണ്ടാമത്തെ ലെയറിൽ ഒരു ബ്ലോക്ക് കൂടെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ 3 ബ്ലോക്ക്. ഈ ലെയറിൽ നമ്മളിപ്പോൾ അതായി കാണുന്ന ഇത്രയും ബ്ലോക്കുകൾ 1 2 3 4 5 6 ബ്ലോക്കുകൾ. ഓക്കെ, പിന്നെ മേലെ ഈ ഒരു ഒറ്റ ബ്ലോക്കും. സോ 1 3 6 മൊത്തം 10 ബ്ലോക്കുകളാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, സെക്കൻഡ് ലെയറിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇത്രയും ബ്ലോക്കുകളാണ് ഉണ്ടാവും. ഇത് നമ്മൾ കാണുന്ന ഈ ബ്ലോക്ക്, ഇത് നമ്മൾ കാണുന്ന ഈ സാധനം. ഓക്കെ, ഇനി ഇതിൻ്റെ പുറകിൽ നമ്മൾ കാണാത്ത ഈ ഒറ്റ സിംഗിൾ ബ്ലോക്കിന് താഴെയായിട്ട് ഇവിടെ ഒരെണ്ണം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 6 3 9 പിന്നെ ഈ ഒരെണ്ണം, ടോട്ടൽ 10 എണ്ണം എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, 48ാമത്തെ ചോദ്യം. ബ്ലഡ് റിലേഷൻ ആണ്. എ മാൻ സേഡ് ടു എ വുമൺ. ഒരു മനുഷ്യൻ, ഒരു മെയിലായിട്ടുള്ള ഒരു മനുഷ്യൻ, പുരുഷൻ എന്ത് ചെയ്യാണ്? ഒരു സ്ത്രീയോട് പറയുകയാണ് കേട്ടോ. അങ്ങോട്ടാണ് പറയുന്നത്. യുവർ ബ്രദേഴ്സ് ഓൺലി സിസ്റ്റർ ഈസ് മൈ മദർ. ഓക്കെ, വാട്ട് ഈസ് ദ റിലേഷൻ ഓഫ് ദ വുമൺ വിത്ത് ദ മറ്റേണൽ ഗ്രാൻഡ് മദർ ഓഫ് ദാറ്റ് മാൻ? ആ സ്ത്രീയും ഇയാളുടെ അമ്മമ്മയും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതാണ് ചോദ്യം. അതവിടെ നിൽക്കട്ടെ. ഇയാൾ എന്താ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. യുവർ ബ്രദർ, ഈ സ്ത്രീയുടെ സഹോദരൻ ഉണ്ടാവും. ഓക്കെ, ഈസ് ദ യുവർ ബ്രദേഴ്സ് ഓൺലി സിസ്റ്റർ ഈസ് മൈ മദർ. നിങ്ങളുടെ സഹോദരൻ്റെ ഒരേ ഒരു സഹോദരി. ഓക്കെ, നിങ്ങളുടെ സഹോദരൻ്റെ ഒരേ ഒരു സഹോദരി എന്ന് പറയുന്നത് ഇയാളുടെ അമ്മയാണ്. യുവർ ബ്രദേഴ്സ് ഓൺലി സിസ്റ്റർ, നിങ്ങളുടെ സഹോദരൻ്റെ ഒരേ ഒരു സഹോദരി എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. അപ്പോൾ ഇയാൾ ആരായിരിക്കും? ഈ സ്ത്രീയുടെ മകനായിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ അമ്മേൻ്റെ മുഖത്തോക്കി പറയണം, നിങ്ങളുടെ ആങ്ങളേൻ്റെ ഒരേ ഒരു പെങ്ങൾ എൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ ആങ്ങളേൻ്റെ ഒരേ ഒരു പെങ്ങൾ ഈ സ്ത്രീ ആയിരിക്കും. ഈ സ്ത്രീ എൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ മകനായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് സണ്ണാണ്, ഇത് മദറാണ്, അമ്മയാണ്. ഇനി എന്താ പറയുക, റിലേഷൻ ഓഫ് ദ മാൻ വുമൺ വിത്ത് ദ മറ്റേണൽ ഗ്രാൻഡ് മദർ ഓഫ് ദാറ്റ് മാൻ. ആ പുരുഷൻ്റെ അമ്മമ്മയുമായി ആ സ്ത്രീക്ക് എന്ത് ബന്ധമാണുള്ളത്? അമ്മമ്മയുടെ മകളായിരിക്കില്ലൂടെ അമ്മ, അമ്മമ്മേൻ്റെ മോളായിരിക്കില്ലേ നമ്മുടെ അമ്മ, അത്രയേ ഉള്ളൂ. സോ മകൾ എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ വരിക. ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 49. അനിൽ ഇൻട്രൊഡ്യൂസിങ് എ ഗേൾ ഇൻ എ പാർട്ടി സെഡ് ഷീ ഈസ് ദ വൈഫ് ഓഫ് ദി ഗ്രാൻഡ് സൺ ഓഫ് മൈ മദർ. ഹൗ ഈസ് അനിൽ റിലേറ്റഡ് ടു ദാറ്റ് ഗേൾ? ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് മിസ്റ്റർ അനിൽ പറയാണ്, ദിസ് ഈസ് അനിൽ. ഓക്കെ, അനിൽ ഒരു ഗേളിനെ കുറിച്ച് പറയാണ്. എന്താ പറയുന്നത്? അവൾ എൻ്റെ അമ്മയുടെ ചെറുമകൻ്റെ ഭാര്യയാണെന്നാണ് പറയുന്നത്. ഓക്കെ,
എൻ്റെ അമ്മയുടെ ചെറുമകൻ്റെ ഭാര്യയാണ്. ഓക്കെ, ജസ്റ്റ് തിങ്ക് ചെയ്യ്. ഒരു പെൺകുട്ടി മുമ്പിൽ നിൽക്കുന്നുണ്ട്, അനിലാണ് പറയുന്നത്. അവൾ എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ ചെറുമകൻ എന്ന് പറയുമ്പോൾ അനിലിൻ്റെ മകനായിക്കൊള്ളുക. ഓക്കെ, അനിലിൻ്റെ മകനായിരിക്കും ആ വ്യക്തി എന്ന് പറയുന്നത്. എൻ്റെ അമ്മയുടെ ഗ്രാൻഡ് സൺ എന്ന് പറയുമ്പോൾ എൻ്റെ മകൻ്റെ ഭാര്യയാണ്. ഓക്കെ, അനിൽ ആ പെൺകുട്ടിയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? സോ ഞാൻ ആരാണ് ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡിൻ്റെ ഫാദറാണ്. ദാറ്റ് ഈസ് ഫാദർ ഇൻ ലോ, അമ്മായിയപ്പൻ എന്ന് പറയുന്ന ഒരു ഇതിലേക്കായിരിക്കും വരിക. സോ ഇവിടെ അനിലിൻ്റെ അമ്മയുണ്ട്. അനിലിൻ്റെ അമ്മയുടെ ഗ്രാൻഡ് സൺ എന്ന് പറയുമ്പോൾ ദിസ് ഈസ് അനിൽസ് അമ്മ. ഓക്കെ, അനിൽ ഇവരുടെ ഗ്രാൻഡ് സൺ എന്ന് പറയുമ്പോൾ അനിലിൻ്റെ സണ്ണാണ്. ഓക്കെ, ഈ സണ്ണിൻ്റെ വൈഫാണ് ആര്? ഈ ലേഡി എന്ന് പറയുന്നത്. സോ ഈ ലേഡീൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനാണ് അനിൽ. ഓക്കെ, സോ സിമ്പിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഗ്രാൻഡ് ഫാദർ ഫാദർ ഇൻ ലോ എന്ന് പറയുന്ന ഒരു റിലേഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇനി 50ാമത്തെ ചോദ്യം ഒരു നമ്പർ സീരീസ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. 19, 23, 32, 48, 73 ഡാഷ്. നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്ത് പോകുക തന്നെയാണ്, പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ ആവാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നില്ല. സോ ഞാൻ ഡിഫറൻസ് കണ്ടുപിടിച്ച് നോക്കുകയാണ്. 19ഉം 4ഉമാണ് 23, 23ഉം 7, 8, 9, 9ഉമാണ് 32, 32ഉം 16ഉമാണ് മക്കളെ എന്ത് വരുന്നത്? 48, 48ഉം 25ഉമാണ് 73. എടാ നോക്കിക്കേ, 4, 9, 16, 25. അടുത്ത എത്ര വരേണ്ടത്? ഉറപ്പായിട്ടും 36. എന്തുകൊണ്ടാണ്? എല്ലാം സ്ക്വയേഴ്സ് ആണ് അല്ലേ? സോ 73, 36, 73 + 36 എത്ര കിട്ടും നിങ്ങൾക്ക്? 109 എന്ന് വരും അല്ലേ? 6, 3, 9, 7, 3, 10, 109. ഓപ്ഷൻ എ. സോ നമ്മുടെ 50 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. മാറ്റ് 7 അല്ലേ? മാറ്റ് 7 നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നിങ്ങളുടെ എക്സാമൊക്കെ നല്ലതായിരുന്നു വിചാരിക്കുന്നു. സോ വീണ്ടും മോഡൽ എക്സാംസ് ഉണ്ട്, നമുക്ക് അതിൻ്റെ സൊല്യൂഷൻസുമായിട്ട് കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.